എന്യൂമറേഷൻ ഫോം ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യണമെങ്കിൽ വോട്ടർ ID മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ്. മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനാവുള്ളൂ. എങ്ങനെയാണ് വോട്ടർ IDയിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. SIRമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് voterseci.gov.in എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന വോട്ടേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോം പേജ് വരുന്നത്. ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി മുകളിൽ കാണുന്ന സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈൻ അപ്പ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പണായി വരും. ഫസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിന് താഴെ ഇമെയിൽ ID ആണ്. ഇമെയിൽ ID ഇത് ഓപ്ഷണലാണ്. അതിന് താഴെ കാണുന്ന ക്യാപ്ച കോഡ് കറക്റ്റായി എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക. താഴെ ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്ത ശേഷം റീസെൻറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈലിൽ വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്യാനായി നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിന് താഴെ ക്യാപ്ച കോഡ് കറക്റ്റായി എൻ്റർ ചെയ്ത ശേഷം റീസെൻറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈലിൽ വന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന വെരിഫൈ ആൻഡ് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഈ ഒരു ഹോം പേജ് ഓപ്പണായി വരും. ഈ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നതിൽ ഫോം 8 ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം, സെൽഫ് എന്നും അതർ ഇലക്ടർ എന്നും. ഈ രജിസ്റ്റർ ചെയ്ത വ്യക്തിയുടെ തന്നെയാണ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടതെങ്കിൽ സെൽഫ് എന്ന് സെലക്ട് ചെയ്യുക. വേറെ വ്യക്തികളുടേതാണെങ്കിൽ അതർ ഇലക്ടർ എന്നും സെലക്ട് ചെയ്യുക. താഴെ നിങ്ങളുടെ വോട്ടർ ID നമ്പർ അഥവാ എപ്പിക് നമ്പർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ ആ വ്യക്തിയുടെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും. അതിന് താഴെ കാണുന്ന OKയിൽ പ്രസ് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ എന്നതിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനായി രണ്ടാമത്തെ ഓപ്ഷനായ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ റോൾ എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം താഴെ കാണുന്ന OKയിൽ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം ഡീഫോൾട്ടായി വരുന്നതായിരിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന് കാണാം. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സെൽഫ് അറ്റസ്റ്റ് ചെയ്ത പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ മാത്രമാണ് ലിങ്ക് ചെയ്യുന്നത്. അതിനായി മൊബൈൽ നമ്പർ എന്നത് സെലക്ട് ചെയ്ത് താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ പ്ലേസ് എൻ്റർ ചെയ്ത ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. മുകളിൽ കാണുന്ന ക്യാപ്ച കോഡ് താഴെ എൻ്റർ ചെയ്ത ശേഷം സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോം 8 ആപ്ലിക്കേഷൻ ഫോം ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നമ്മൾ ഫിൽ ചെയ്ത എല്ലാ ഡീറ്റെയിലും കാണാൻ സാധിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സൈൻ ആൻഡ് സബ്മിറ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ ആധാർ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. താഴെ ആധാർ OTP എന്നത് സെലക്ട് ചെയ്ത ശേഷം ഗെറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP താഴെ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഈ ഒരു റെഫറൻസ് നമ്പർ സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ ഒരു റെഫറൻസ് നമ്പർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാവുന്നതാണ്.